വരുന്നത്. വാ ഇത് പൊളിച്ചു. ആലപ്പുഴ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞ ഇതാണ് വിഷ്വൽസ്. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇതുവഴി വന്നത്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഞാൻ ഇവിടെയായിരുന്നു വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടനാട് വന്ന ശേഷം ഞാനിവിടെ വന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത്, ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം കാഴ്ചകളൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് വീഡിയോസൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പം അതിന് ശേഷം ഞാൻ ഇവിടുന്ന് വിടുന്നതാണ്. അപ്പം അടുത്ത വ്ളോഗ് ഇത് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ അതിന് ശേഷം നമ്മൾ കുട്ടനാട് നിന്ന് വിട്ടു. ഓക്കെ, ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഈര എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ടാണ്. അതായത് കുട്ടനാടിൽ നിന്ന് ഈര എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാനും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴി വിട്ടതാണ്, മെയിൻ റോഡ് വഴി അല്ലാതെ വിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് തന്നെയായിരുന്നു. അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് എനിക്കറിയാം ഒരുപാട് വെള്ളം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വയലും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി എല്ലാം കഴിഞ്ഞ ടൈമാണിപ്പോൾ. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളങ്ങളുണ്ടാവണം, കാണാൻ രസം ഉണ്ടാവണം, അത്രേ ആഗ്രഹിച്ചുള്ളൂ. അതുപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പാർട്ട് 1 വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ചിലപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിൽക്കുവാണെങ്കിൽ പാർട്ട് 1 വീഡിയോ ഒന്ന് നോക്കാം. സോ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ. പാർട്ട് 1 ഞാൻ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതാണിപ്പോൾ പാർട്ട് 2 നിങ്ങളിപ്പോൾ കാണുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കളറിങ്, ഒരു നീല കളറിങ് അനുഭവപ്പെടും. അത് നിങ്ങൾക്കിപ്പം വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും. ആ നീല കളർ, ആകാശത്തെ നീല കളർ തന്നെ രണ്ട് സൈഡും പുഴകളിൽ കാണാം. ഒരു പ്രത്യേക രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴി വന്നത്. സോ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് റൈറ്റ് എടുത്തിട്ട് മെയിൻ റോഡ് പിടിക്കണം. സോ അതിന് മുന്നേ ഞാൻ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ ഇതിപ്പോൾ ഉള്ളത് ഈര എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ പോവുകയാണെങ്കിൽ കുമരകത്തോട്ടാണ് നേരെ പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ പോയി എത്താൻ പറ്റില്ല, കാരണം റോഡ് അത്രയും ഉണ്ടാവില്ല. പിന്നെ ബോട്ടൊക്കെയാണ് അതുവഴി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അത്രയും പോകുന്നില്ല. റൈറ്റ് എടുത്ത് നേരെ മെയിൻ റോഡിലോട്ട് വിടാനാണ് ഇനി അടുത്ത പ്ലാൻ. ചിലപ്പോൾ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊരു വിഷ്വലായിരിക്കാം വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. കാരണം ആലപ്പുഴ എന്ന് തോന്നുമ്പോൾ, കേട്ടാൽ നമ്മൾ തോന്നുന്നത് കുട്ടനാട് ഏരിയ തന്നെയാണ്. ഈ കായലുകളും വെള്ളം, അത്യാവശ്യം തോണികൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. വാ ഇത് പൊളിച്ചു. ആലപ്പുഴ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞ ഇതാണ് വിഷ്വൽസ്. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇതുവഴി വന്നത്. ഇതൊരു ഒന്നര വിഷ്വലാണ്. എനിക്ക് തോന്നുന്നു കുറേ മീനുകളുണ്ട് ആ ഏരിയയിൽ. വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയാണ് അവന്മാർ അവിടെ ഇരിക്കുന്നത്. കൊള്ളാം. ബ്രിഡ്ജ് കൊള്ളാം, സൂപ്പർ. അതായത് നമ്മൾ ചെറുപ്പത്തിൽ പടമൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ. ഇനി എന്തായാലും ഇതുവഴി നമുക്കൊന്ന് കുറച്ച് പോയി നോക്കാം. ഈ ഏരിയ മൊത്തം ഈ ടൈപ്പ് വഴികൾ തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡും പുഴകളും നടുക്ക് റോഡും. കുറേ സമയമായിട്ട് ഇത് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം എന്താണ്, ഇനി എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടോ നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇതുവഴിയൊക്കെ ബൈക്കിൽ വരാനാണ് പ്രത്യേകിച്ച് രസം. കാറിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. പക്ഷെ ബൈക്ക് ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും നീക്കൊണ്ട് പോകും.
ഒരു പ്രത്യേക വൈബ് തന്നെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്നും ഓർമ്മിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിലിങ്ങനെ ഓർത്തെടുക്കുമല്ലോ ഈ വിഷ്വൽസൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണുമ്പോഴാണ്. വാ, ഇതൊക്കെയാണ് ബ്യൂട്ടി, ഇതൊക്കെയാണ് വിഷ്വൽസ്. കൊള്ളാം. എന്തായാലും ഇനി നമുക്ക് പോയി നോക്കാം ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. ഇത് ബസ് ഒരു വെറൈറ്റി ബസ്സാണല്ലോ. എനിക്കൊന്ന് കോട്ടയത്തേക്കുള്ള ബസ്സായിരിക്കാം. കോട്ടയം ചിങ്ങവനം. അതെ. അപ്പോൾ ഇനിയിപ്പം പെട്ടെന്ന് എത്തും തോന്നുന്നു, കാരണം ഇനിയിപ്പം മെയിൻ റോഡ് ആകാനായി. കുറച്ച് കഴിഞ്ഞ് റൈറ്റ് എടുത്താൽ മെയിൻ റോഡ് എത്തും. ഞാൻ മെയിൻ റോഡിലെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുന്നില്ല. ഇനിയും കഴിയുന്നില്ല കേട്ടോ, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ വെച്ച് കഴിഞ്ഞ് മെയിൻ റോഡ് എത്തി എന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുമല്ലേ. കടത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതും എടുത്ത് നേരെ കുമരകത്തേക്ക് വിടുമായിരുന്നു. അതായത് മെയിൻ റോഡ് വഴി അല്ലാതെ ഈ വഴി തെറ്റിയോ? ഓ, മാപ്പ് ഒന്ന് ചതിച്ചതാ, ഈ വഴി അല്ലായിരുന്നു. സെയിം റോഡ് തന്നെയായിരുന്നു പോകേണ്ടത്. ഓക്കെ. ഞാൻ അപ്പോൾ ഓൾമോസ്റ്റ് കുമരകത്തെത്തി. അപ്പോഴാണ് ഒരു ബ്രോയെ കണ്ടത്. ആളും എന്നെ പോലെ നേരം എറണാകുളത്തേക്കാണെന്ന് തോന്നുന്നു. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, റൈഡറാണെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിയുടെ പുറകെ വെച്ച് പിടിച്ചു. നമുക്കിനി പോയി നോക്കാം. ഇപ്പം ലെഫ്റ്റ് എടുത്തു, കാരണം സ്ട്രൈറ്റ് നമുക്ക് നേരെ പോകാൻ പറ്റില്ല, ബ്ലോക്കാണ്. ബ്ലോക്കല്ല, റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് എടുത്തിട്ട് വേണം പോകാൻ. മാപ്പ് കാണിക്കുന്ന പോലെ നമുക്കൊന്ന് പോയി നോക്കാം. പുള്ളി നേരെ റൈറ്റ് എടുത്തു. ഇനിയിപ്പം തിരിച്ചെടുത്ത് പോകാനൊന്നും പറ്റില്ല, നമുക്ക് ഏതായാലും നേരെ പോവാം. മാപ്പിൽ കാണിക്കുന്ന അടുത്ത റൈറ്റാണ്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് കുമരകം വിട്ടു, ഇനി നേരെ എറണാകുളത്തേക്ക്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗിൽ ഞാൻ വേറെ ട്രിപ്പായിരിക്കും. അപ്പം ഇതുപോലെ POV വീഡിയോസ് മാത്രമായിരിക്കില്ല, ട്രിപ്പ് പോയ സ്ഥലത്തെ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അത്യാവശ്യം ഷോർട്സൊക്കെ ഞാൻ ആഡ് ചെയ്യും അടുത്ത വീഡിയോസിന് മുന്നേ. അപ്പം ഇനി അടുത്ത വീഡിയോസിൽ കാണാം.